ശാസ്താംകോട്ടക്കാരൻ ജി വിജയൻകുട്ടിക്ക് ശൗര്യചക്ര ലഭിച്ചിരിക്കുന്നു. 14 പേർക്ക് ശൗര്യചക്ര ഉണ്ട്. അരുൺരാജ് കൊല്ലത്തും ടെലിഫോണിൽ ചേരുന്നു. അരുൺരാജ്, താങ്കൾ ശാസ്താംകോട്ടക്കാരനാണ്, തൊട്ടയലത്തുള്ള ആളല്ലേ ഇദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും SKN മരണം കൊണ്ടാണെങ്കിൽ പോലും നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ജി വിജയൻകുട്ടി. സൈനികനായിരുന്ന ജി വിജയൻകുട്ടി 2024 ജൂൺ 17 അന്തരിക്കുന്നത്. മാനമ്പുഴ, അത് കുന്നത്തൂർ മാനാമ്പുഴ ഗായത്രി വീട്ടിലാണ് വിജയൻകുട്ടി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലാണ് ജമ്മു കാശ്മീരിലെ റിയാസി അർനാസ് മൽഹോർ റോഡിന്റെ ബ്രിഡ്ജ് നിർമ്മാണത്തിനിടയിലാണ് ഈ ബുൾഡോസർ, താൻ ഓടിച്ചിരുന്ന ബുൾഡോസർ ഈ അബദ്ധത്തിൽ താഴ്ചയിലേക്ക് മറിയുന്നത്. ഇത് വളരെ സാങ്കേതികപരമായി തന്നെ വളരെ ഏറ്റവും നിർണായകമായ, സൈന്യത്തെ സംബന്ധിച്ച് നിർണായകമായ പാലമായിരുന്നു. അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഒരു സൈനികന് ജീവൻ നഷ്ടമായത് രാജ്യമെന്ന് വളരെ വേദനയോടെയാണ് നോക്കി നിന്നത്. ആ നദിയിലേക്ക് മറിഞ്ഞു വീണ ട്രക്ക് ഈ ബുൾഡോസർ അപകടത്തിൽ മരിച്ച ജി വിജയൻകുട്ടിക്കാണ് രാജ്യം ഇപ്പോൾ മരണാന്തര ബഹുമതിയായി ശൗര്യചക്ര നൽകിയിരിക്കുന്നത്. ഭാര്യ നിഷ, മകൾ രമ്യ വിജയൻ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഭവ്യ വിജയൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഈ കുന്നത്തൂരിൽ ഈ മൃതദേഹമടക്കം എത്തുമ്പോൾ നമ്മളടക്കം സാക്ഷിയായതാണ്. ആ നാടിന്റെ ഒന്നാകെ വേദനയിൽ ഈ വിജയൻകുട്ടിക്ക് മരണാന്തര ബഹുമതിയായി ഈ ശൗര്യചക്ര നൽകിയതിൽ ഇപ്പോൾ നിലവിൽ നാട്ടുകാർക്കും അതുപോലെ തന്നെ നാടിനും ഏറെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു അരുൺരാജ്. എന്തായാലും ശിവൻകുട്ടി കുന്നത്തൂർ നാടിൻ്റെ അഭിമാനമായി മാറിയെന്ന് നമ്മൾ അറിയുന്നു. അദ്ദേഹത്തിന് ശൗര്യചക്ര മരണാനന്തരം ലഭിച്ചിരിക്കുന്നു.